പ്രിയപ്പെട്ട കലാസ്നേഹികളെ, സത്യത്തിൽ ഇങ്ങനെയൊരു വേദിക്ക് മുമ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് നിൽക്കുന്നത്. സാധാരണ കവിതകൾ അല്ലെങ്കിൽ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും സംസാരങ്ങൾ ഒക്കെ അങ്ങനെ വേണ്ടി വരുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട ആസ്വാദകരായിരിക്കും കൂടുതലുണ്ടാവുക. കഥകളിയായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പലപ്പോഴും അതുമായിട്ട് ബന്ധപ്പെട്ട ആ തരത്തിലുള്ള ആളുകളായിരിക്കും സദസ്സിലും ആരെങ്കിലും ഒക്കെ ഉണ്ടാവുക. അവിടെ വേറൊരു രൂപത്തിൽ ചന്തക്കാരനായിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇതേപോലെ കഥകളിയുടെ സാങ്കേതിക സംഗതികൾ വിശദീകരിക്കുന്ന തരത്തിൽ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ കളിയരങ്ങ് പോലെ ഒരു സ്ഥാപനം, എനിക്ക് വളരെ ചെറുപ്പം പോലെ തന്നെ അത്രയും ആത്മബന്ധമുള്ള കളിയരങ്ങ് പോലെ ഒരു പ്രസ്ഥാനത്തിൻ്റെ അതിൽ കഥകളി കാണാൻ വരുന്ന പൊതുവെ കഥകളി കാണാൻ വരുന്ന ഒരു സദസ്സിൻ്റെ മുന്നിൽ കവിത അവതരിപ്പിക്കേണ്ട ഒരവസ്ഥ സാധാരണ അധികം വന്നിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു കൗതുകമുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെ സത്യത്തിൽ എനിക്ക് കവിത എഴുതുന്നതിനേക്കാൾ ഇഷ്ടം സംസാരിക്കുന്നതാണ്. പക്ഷേ അധികം സംസാരിച്ച് ബോറടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയണം എന്ന് വിചാരിക്കുകയാണ്. ഒന്ന്, നമ്മുടെ പ്രിയ സുഹൃത്ത് പി രാമചന്ദ്രൻ വളരെ ആർദ്രമായ ഒരു കവിത അവതരിപ്പിച്ചു. അത് കെ വി സുരേഷിനെ കുറിച്ചുള്ള കവിതയാണ്. ഞാനിങ്ങനെ ആ കവിത കേട്ടപ്പോൾ അദ്ദേഹമായിട്ട് എനിക്കും ഉണ്ടായിരുന്ന സൗഹൃദം ഓർമ്മിക്കുകയായിരുന്നു. ഒരു കറകളഞ്ഞ കളിഭ്രാന്തനാണ്. അതായത് സംസാരിക്കുമ്പോൾ സൗഹൃദത്തോടെ വളരെ കാലം കൂടിയിട്ടൊക്കെ ആയിരിക്കും കാണുക. പക്ഷെ നേരിട്ട് വന്ന് കണ്ടാൽ അപ്പോൾ തന്നെ തുടങ്ങുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൻ്റെ മധ്യഭാഗത്ത് നിന്നൊക്കെയാണ്. അതാണ് സുരേഷിൻ്റെ പ്രത്യേകത, കെ വി സുരേഷിൻ്റെ. അപ്പം അദ്ദേഹം മാത്രമല്ല, വളരെ വിചിത്രമായ ആശയങ്ങൾ ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവാറുള്ളത്. അദ്ദേഹം എന്നെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചത് ഓർക്കുകയാണ്. പെരിന്തൽമണ്ണ ആ പ്രദേശത്താണ്. അവിടെ ക്ഷണിച്ചത് വാദ്യങ്ങളുടെ പൗരുഷവും സ്ത്രൈണതയും എന്നുള്ള വിഷയത്തിലാണ്. ആ വിഷയത്തിൽ സംസാരിക്കാനാണ് വിളിച്ചത്. ഞാൻ സത്യത്തിൽ വളരെ ബുദ്ധിമുട്ടിപ്പോയി ഒന്ന് പറഞ്ഞൊപ്പിക്കാനായിട്ട്. കാരണം ഇത് സാങ്കേതികമായിട്ടൊന്നും പറയാൻ പറ്റില്ല, ഒരു അനുഭവ തലത്തിൽ മാത്രമുള്ളൊരു സംഗതിയാണ്. അപ്പോൾ അതെങ്ങനെ പറയണം എന്നൊക്കെ ഒരു വലിയ കൺഫ്യൂഷൻ. അതിന് മുമ്പായിട്ട് അത്രയേറെ തയ്യാറെടുക്കേണ്ടി വന്നു. അതൊക്കെ എന്നെ ഓർക്കുകയായിരുന്നു. ഒരിക്കൽ പി രാമചന്ദ്രൻ ഫോൺ ചെയ്തപ്പോൾ, ഒരു വൈകുന്നേരം ആണെന്ന് തോന്നുന്നു, ആ സമയത്ത് ഫോൺ ചെയ്തപ്പോൾ പതിവുള്ള പോലെ വളരെ സരസമായിട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോൾ രാമചന്ദ്രൻ്റെ ശബ്ദം മാറുന്നു. ഇത് പറയുന്നു, ഞാൻ വേറൊരു കാര്യം പറയാൻ വിളിച്ചതാണ്, നമ്മുടെ സുരേഷ് നമ്മുടെ വീട്ടിൽ പോയി എന്ന് പറയും. ശരിക്കും ഞെട്ടിപ്പോയൊരു സംഗതിയായിരുന്നു. അതൊക്കെ ഏകദേശം സമപ്രായമാണ്, അധികം പ്രായമൊന്നുമില്ല. അപ്പം അങ്ങനെ ആ സുരേഷിനെ ഓർമ്മിക്കാൻ ആ കവിത വലിയൊരു ഉദാഹരണമായി. അപ്പുണ്ണിത്തരകനെ ഓർമ്മിക്കുന്നു. പിന്നെ കോട്ടയം ആയതുകൊണ്ട് ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഈ കഥകളിയും കവിതയുമാണല്ലോ വിഷയം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു 15 വർഷം മുൻപാണ് കോട്ടയത്ത് മാങ്ങാനം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ കഥകളി. അപ്പം നരിപ്പറ്റ നാരായണ നമ്പൂതിരിയുടെ ഹനുമാനാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ വേഷം അത്രത്തോളം ഇഷ്ടമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹനുമാനായതുകൊണ്ട് കളി കാണാനായിട്ട് പോയി. അപ്പോൾ ആകെ ഒരു 15 പേരാണ് വാസ്തവത്തിൽ കളി കാണാനായിട്ട് മുന്നിലുള്ളത്. മാങ്ങാനത്ത് അധികം ആൾ കൂടുന്ന സ്ഥലമല്ല, ഒരു 15 പേരാണ് ഉള്ളത്. അപ്പോൾ ഞാനും അവിടെ മുന്നിലിങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് നരിപ്പറ്റ ഹനുമാൻ തിരനോക്ക് കഴിഞ്ഞു, ആട്ടം തുടങ്ങുകയാണ്. ആട്ടം തുടങ്ങുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആദ്യം കറുത്ത എന്നൊരു മുദ്ര കാണിക്കുന്നത്. കറുത്ത എന്നുള്ള മുദ്ര കാണിച്ചിട്ട് വനം എന്നുള്ള മുദ്ര കാണിക്കും അടുത്ത്. പിന്നെ കറുത്ത വനം ഇങ്ങനെയല്ല സാധാരണ ഹനുമാന്റെ ആട്ടം തുടങ്ങുന്നത്, അങ്ങനെയല്ല. കറുത്ത വനം, പിന്നെ രാമന്റെ മനോഹരമായ ശരീരം തന്നെ അല്ലേ ഇതിങ്ങനെ ആലോചിക്കുന്നതായിട്ടാണ്. അതായത് ശ്യാമളം വനം രാമചന്ദ്രന്റെ കോമള തനുവല്ലയോ എന്ന് തുടങ്ങുന്ന കവിതയാണ്. ഇപ്പം ഇവിടെ അവതരിപ്പിക്കാത്ത ഭാഗമാണ് ഈ രമണാസുരത്തിലെ ഹനുമാൻ. ഞാൻ തരിച്ചുപോയി സത്യം. കാരണം വെച്ചാൽ ഒരു കഥകളി രംഗത്ത് ഈ എത്ര സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്താണ് ആട്ടം. രമണാസുരത്തിലെ ഹനുമാന്റെ ആട്ടം തുടങ്ങുകയാണ്. ഈ കവിതയുടെ ആരംഭം തന്നെയാണ് നരിപ്പറ്റയുടെ ആട്ടത്തിൻ്റെ ആരംഭവും. അങ്ങനെ ഒരു വലിയൊരു അനുഭവം കോട്ടയത്തുണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നരിപ്പറ്റ എടുത്ത് ഞാൻ ചോദിച്ചു, ഇവിടെ ഇങ്ങനെ ഇത് സാധാരണ കാണിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അപ്പം താനവിടെ ഇരിക്കുന്നതുകൊണ്ട് കാണിച്ചു എന്നുള്ളൂ എന്ന് പറഞ്ഞു നരിപ്പറ്റ. ഏതായാലും ആ
അനുഭവം ഒരു ലേഖനം എഴുതാൻ കാരണമായി. അതും കൂടി ഒന്ന് ജസ്റ്റ് സൂചിപ്പിക്കാം. ലേഖനം എഴുതാൻ ഉണ്ടായ കാരണമല്ല, ഞങ്ങൾ കഥകളെയും കവിതയും തമ്മിലുള്ള ഒരു ബന്ധം സൂചിപ്പിക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് മാത്രം. അതായത് ഈ ലവണാസുഖത്തിലെ ഹനുമാൻ എന്നുള്ള ഇടശ്ശേരിയുടെ കവിത രാമേന്ദ്രനോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കവളപ്പാറ നാരായണൻ നായരുടെ ഹനുമാൻ കണ്ടിട്ട് എഴുതിയതാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ കവിത വായിച്ചാൽ അതിൽ പരമ്പരാഗതമായിട്ട് ഹനുമാൻ അവതരിപ്പിക്കുന്ന ആട്ടങ്ങളോ ഒന്നും ആണെന്ന് നമുക്ക് അനുഭവപ്പെടില്ല. പകരം ഇടശ്ശേരിയുടെ സങ്കല്പത്തിലുള്ള ഒരു ഹനുമാന്റെ ആട്ടമായിട്ട് നമുക്കത് മനസ്സിലാവുകയില്ല. ഇനി കവളപ്പാറ നാരായണൻ ആ രീതിയിലാണോ അപേക്ഷ അവതരിപ്പിച്ചിരുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും ആ കവിതയിലൂടെയാണ് നമുക്ക് ആ ഹനുമാനെ പരിചയം. കവളപ്പാറ നാരായണൻ നായരുടെ ഹനുമാനെ തന്നെ പരിചയം ആ കവിതയിലൂടെയാണ്. ഈ കവിത വേറൊരു അനുഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് പണ്ട് രാമകൃഷ്ണന്റെ ഹനുമാൻ കാണുമ്പോൾ നമുക്കറിയാം, കഥകളി രംഗത്ത് അടുത്ത കാലത്തുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ലെജൻഡുകൾ എന്ന് നമുക്ക് പറയാവുന്നത് ഒന്ന് കീഴ്പ്പുടന്മാരനാശാനും മറ്റൊന്ന് രാമകൃഷ്ണാശാനുമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൽ കുമാരനാശാന്റെ ഹനുമാനാണെങ്കിൽ ഒരു പൂർണ്ണമായ സാത്വിക സ്വഭാവമുള്ള ഒരു ഹനുമാനാണ്. രാമഭക്തനായ, എന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അത് രാമനെ കുറിച്ചുള്ള നിന്ദയാകുമോ എന്ന് ഭയന്ന് ഭാവത്തിൽ നിൽക്കുന്ന, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഹനുമാനാണ് കൃഷ്ണകുമാരനാകുന്നത്. രാമകൃഷ്ണാശാന്റെ അങ്ങനെയല്ല, കുറച്ചൊരു അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഊറ്റം ഹനുമാനും ഉണ്ടാവുന്നതായിട്ട് നമുക്ക് തോന്നും. അതായത് അവസാന രംഗത്തിൽ ഈ സീതയുമായിട്ടുള്ള സമാഗമത്തിൽ മുന്നിൽ അവതരിപ്പിച്ച ആ ഭാഗത്ത് ഒരു പ്രധാനപ്പെട്ട ആശയം ഇടശ്ശേരി അവതരിപ്പിക്കുന്നുണ്ട്. ഈ സീതയോട് പറയുകയാണ്, എത്ര രാജസൂയം വേണേൽ അദ്ദേഹം കഴിക്കട്ടെ. രാമനെ കുറിച്ച് പറയുകയാണ്, എത്ര രാജസൂയം വേണമെങ്കിൽ അദ്ദേഹം കഴിക്കട്ടെ, എത്ര രാജ്യങ്ങൾ വേണമെങ്കിൽ വെട്ടിപ്പിടിക്കട്ടെ, ഇങ്ങനെ എത്ര സമ്പത്ത് വേണമെങ്കിൽ നേടട്ടെ, എത്ര യശസ് വേണമെങ്കിൽ നേടട്ടെ, ഈ രണ്ട് കുട്ടികളുടെ മുഖം ഒന്ന് കണ്ട് ആനന്ദിക്കാനുള്ള ഭാഗ്യം ആൾക്കില്ലാതെ പോയല്ലോ എന്നിങ്ങനെ ഒരു ഭാഗം, രാമനായി ഭാഗ്യം ഇല്ലാണ്ട് പോയല്ലോ എന്നുള്ള ഒരു ആട്ടം അല്ലെങ്കിൽ ആ ഒരു ആശയം ആ കവിതയിൽ വരുന്നത്. ഇത് രാമകൃഷ്ണൻ ആടാറുണ്ട്. ഞാനിത് ചെറുപ്പത്തിൽ കാണുമ്പോഴൊക്കെ അത്രയേറെ വൈകാരികമായിട്ട് നമ്മളെ ഒരു വല്ലാത്തൊരു അനുഭവമായിട്ട് നമുക്ക് മാറുന്നൊരു സംഗതിയാണ് ആ ആട്ടം. പക്ഷെ അത് ഈ കവിതയിലെ ആശയമാണെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം രമണാസുഖത്തിലെ ഹനുമാനുള്ള കവിത പിന്നീടാണ് വായിക്കുന്നത്. ഞാൻ പറഞ്ഞ വെച്ചാൽ ഇത്തരത്തിലുള്ള പരസ്പരം കൊടുക്കൽ വാങ്ങലുകൾ കഥകളിയും കവിതയും തമ്മിൽ നടക്കാറുണ്ട്. ഈ കല്യാണ സൗന്ദര്യം, ഈ ഒരു ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ആ സംസാരം അവസാനിപ്പിക്കാം. കല്യാണ സൗന്ദര്യം കഥയിൽ ഹനുമാൻ അകലെ നിന്ന് ഭീമനെ കാണുന്നൊരു സന്ദർഭം നമുക്ക് എല്ലാവർക്കും അറിയാം. കനിപൊടി ഇവനുടെ ശക്തി കാണുകയും മമതത്വം ഇവനെ അറിയിക്കുകയും വേണമല്ലോ എന്ന ഭാഗം. കനിപൊടി ഇവനുടെ ശക്തി അവിടെ പട്ടമചലാസൊക്കെ ആയിട്ട് ഓർപ്പിക്കുക അല്ലേ. മമതത്വം ഇവനെ അറിയിക്കുകയും, ഇവനെ എൻ്റെ അനിയനാണെന്നുള്ള കാര്യം അല്ലെങ്കിൽ ഇവൻ്റെ ജ്യേഷ്ഠനാണ് താനെന്നുള്ള കാര്യം ഇവനെ അറിയിക്കണം എന്ന വളരെ സാധാരണമായ ഒരു അർത്ഥമാണ് പലപ്പോഴും കഥകളിൽ അത് കാണിക്കാറുള്ളത്. അതായത് കനിപൊടി ഇവനുടെ ശക്തി കാണുകയും മമതത്വം ഇവനെ അറിയിക്കുകയും വേണമല്ലോ എന്ന് പറയുമ്പോൾ ഈ ഭീമന്റെ ശക്തി കാണണം, ഒപ്പം തന്നെ താൻ ആരാണെന്ന് അല്ലെങ്കിൽ താനും ഭീമനും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വേണം. അതായത് തൻ്റെ അനുജൻ തന്നെയാണ് ഭീമൻ എന്നുള്ള ബന്ധം ബോധ്യപ്പെടുത്തി കൊടുക്കുകയും വേണം എന്നുള്ള ആശയത്തെയാണ് സാധാരണ അവതരിപ്പിക്കാറുള്ളത്. ഇടശ്ശേരി കവിത വായിച്ചപ്പോഴാണ് വാസ്തവത്തിൽ വേറൊരു ആശയമാണ് അവിടെ ഉള്ളത് എന്ന് തോന്നിയത്. അതായത് ഇടശ്ശേരിയുടെ ഈ കവിതയിൽ ഹനുമൽ സേവ ബുദ്ധൻപറമ്പിൽ എന്ന മറ്റൊരു കവിതയിൽ ഒരു വരിയുണ്ട്. യമിതേന്ദ്രിയ സ്വന്തം ബലത്തെ സ്വയം തള്ളും ബലമേ എന്നാണ്. യമിതേന്ദ്രിയ സ്വന്തം ബലത്തെ സ്വയം തള്ളും ബലമേ ഹനുമാനെ സംബോധന ചെയ്യുന്നത്. വാസ്തവത്തിൽ കല്യാണ സൗന്ദര്യത്തിലെ തിരനോക്ക് പോലും ഇല്ലാത്ത ഹനുമാൻ ആ സ്വന്തം ബലത്തെ സ്വയം തള്ളുന്ന ആളായിട്ട് ആ വൃദ്ധവാനര വേഷത്തിൽ വരുന്ന സമയത്തായാലും ഒക്കെ ആ സ്വന്തം ബലത്തെ സ്വയം തള്ളുക എന്നുള്ള ഒരു സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. ഭീമനാണ് അങ്ങനെയല്ല, പകരം ആ ഉദ്ധതമായ ആ ഭാവം അത് തുടക്കം പോലെ തന്നെ ഒരിടത്തും വിടുന്നില്ല. മാത്രമല്ല കാടൊക്കെ ഒരു പൂവിലടി പൂവാണ്, അതിനിടയ്ക്ക് കാട് മുഴുവൻ തച്ച് തീർക്കുക. അതേപോലെ തന്നെ ചെയ്യുന്നത് എന്താണ്, പാദപ്രപാത ചകിത അഖില സത്വജാതാൻ എന്നാണ്.
പാദപ്രപാത കാൽച്ചവിട്ടുകൊണ്ട് അഖില സത്വജാതങ്ങളെ വിറപ്പിച്ചുകൊണ്ടാണ് ഭീമന്റെ അപ്പുറത്ത് ഒരു പൂവ് തേടി പോവുകയാണ്. ആവശ്യമില്ലാത്ത ബലം പ്രകടിപ്പിക്കുന്ന ആളാണ് ഭീം. അതേസമയത്ത് സ്വന്തം ബലത്തെ സ്വയം തള്ളുന്ന ബലമാണ് ഹനുമാൻ. ആ തത്വം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുകയായിട്ട് നമുക്ക് തോന്നും യവശരിയുടെ ഈ കവിത വായിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില തോന്നലുകൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത ഒരു കാര്യത്തിലേക്ക് അതൊക്കെയാണ് കവിത വായിക്കുക. കവിത എഴുതാറുണ്ടെങ്കിലും സത്യത്തിൽ കവിയരങ്ങൾ പേടിച്ച് കവിതകൾക്ക് നിർത്തിയാളാണ് ഞാൻ. പറയുക വളരെ ആദ്യകാലത്ത് എഴുതിയ ഒരു കവിതയാണ് 97. സത്യത്തിലെ കഥകളെ കുറിച്ച് എഴുതിയത് എനിക്ക് ഇഷ്ടപ്പെട്ട വരിയിൽ നൽകുന്ന ഒരു 4 വരി ഉണ്ട്. അത് വെറുതെ സൂചിപ്പിക്കാം. കളി എന്നാണ് ആ കവിതയുടെ പേര്. 4 വരിയുള്ളൂ. പട്ടിണി കിടന്നാലും രാവണൻ താനാണെന്ന മട്ടിലെ പെരുമാറൂ കാമ്പുള്ള കളിക്കാരൻ. പട്ടിണി കിടന്നാലും രാവണൻ താനാണെന്ന മട്ടിലെ പെരുമാറൂ കാമ്പുള്ള കളിക്കാരൻ. നെഞ്ചു കീറുമ്പോൾ അവൻ സ്വർഗത്തെ ജയിച്ചെന്നു പുഞ്ചിരിക്കൊള്ളും മുന്നിൽ കാണികളിരിക്കുകയും. നെഞ്ചു കീറുമ്പോൾ അവൻ സ്വർഗത്തെ ജയിച്ചെന്നു പുഞ്ചിരിക്കൊള്ളും മുന്നിൽ കാണികളിരിക്കുകയും. ഒരു പഴയ കവിതകൾ വായിച്ച് അവസാനിപ്പിക്കാം. ഇത്രയും മതിയെങ്കിൽ സന്തോഷം. വായിക്കണോ? പകർന്നാട്ടം എന്നുള്ള കവിതയാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞത് 97 എഴുതിയ കവിതയാണ്. ഒരു കഥകളിക്കാരുടെ കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഈ കഥകളിയും ജീവിതമൊക്കെ എപ്പോഴും ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കലരുന്ന ഒരു അവസ്ഥ. എന്തായാലും എൻ്റെ അച്ഛന് വേറെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. കഥകളിക്ക് കണ്ടുകൊട്ട് ജീവിച്ച ആളാണ്. അപ്പോൾ ഈ കർക്കിടക മാസം എന്താണെന്നുള്ളത് എനിക്ക് അറിയുന്നത് പോലെ മറ്റുള്ളവർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. കഥകളിക്കാരൻ്റെ കർക്കിടക മാസം എന്താണെന്നുള്ളത് അത് കലാകാരന്മാരുടെ ഒരു ജീവിത പ്രതിസന്ധിയാണ്. ഭാഗ്യത്തിന് അവിടെ നിന്ന് ഒരു ജോലി ഒക്കെ ആയിട്ട് പിന്നീട് രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ആകെ ബുദ്ധിമുട്ടി പോയാൽ എനിക്ക് തോന്നാറുണ്ട്. ഏതായാലും ആ കവിത ഒന്ന് വായിക്കാം. ഒരു കഥകളിക്കാരൻ്റെ കർക്കിടക മാസം. കർക്കടകത്തിൻ്റെ നട്ടുച്ചയാണതിൽ ഉത്സവം കണ്ടുറങ്ങുന്നു നിഴലുകൾ. കർക്കടകത്തിൻ്റെ നട്ടുച്ചയാണതിൽ ഉത്സവം കണ്ടുറങ്ങുന്നു നിഴലുകൾ. പൊട്ടിയ കണ്ണടയ്ക്കുള്ളിൽ പകൽക്കിനാവൊക്കെ തുടച്ചു തെളിയിച്ച കണ്ണുകൾ പാതയിലേക്കുറ്റുനോക്കുന്നു. രാത്രികളാറി തണുത്തവയാണു നിരത്തുകൾ. രാത്രിയാണെല്ലാം തെരുവിനരികിലെ താന്നിമരവും തിരനോക്കിയാടുന്ന കാറ്റും ഒരുത്സവം കൂടി കൊതിക്കുന്ന പാഴിലക്കൂട്ടവും പാതി മുറിഞ്ഞൊരു കൊമ്പിലെ പൂക്കളും ആയുസ്സു തീരാതെ ചുറ്റിപ്പറക്കും ജടായുവേഷങ്ങളും. ഉച്ച തിരിഞ്ഞു വിശപ്പുകെടുത്തുവാൻ പച്ചപ്പുകയില കയ്യിലുണ്ട്. അല്ലെങ്കിൽ അപ്പുറത്തച്ഛൻ്റെ പീടികയ്ക്കുള്ളിലെ വിറ്റുപോകാത്ത പലഹാരം. പഴയ കഥകളിക്കാരൊക്കെ ചായക്കടക്കാരാണ്. അല്ലാത്ത സമയത്ത് ചായക്കടയിൽ ചായ അടിക്കുക അങ്ങനെ ചോദിക്കുക. ഉച്ചത്തിലാരോ വിളിക്കുന്നു പേർ ചൊല്ലി. ഞാനല്ല ഞാനല്ല പണ്ടു കഴിഞ്ഞ വേഷങ്ങളിൽ ആരോ പറഞ്ഞു പഴകിയ പേരുകൾ. ചോരും ചുവരിൽ ഒഴുകുന്നു പേരുകൾ. ഞാനല്ല കാലപ്രഭാവ സംഹാരകൻ. ഞാനല്ല ശക്രസന്താപ സന്ദർപ്പകൻ. ഓരോ കളിയിലും മാറിയ പേരുകൾ. ഞാനല്ല കേശഭാരങ്ങൾ പുടവകൾ. പാതയിലന്തി കനൽ മഴ ചില്ലിൻ്റെ പാളികൾ പാറി വീഴും മഴവില്ലുകൾ. കൂട്ടുപിഴച്ച മനയോല തെച്ചവയെല്ലാം ഇരവിൻ ഇരുളിൻ പകർപ്പുകൾ.
രാവിനാനേറത്തിളക്കം ഉറങ്ങാത്ത യാമങ്ങൾ തോറും കളികൾ, കളി കഴിഞ്ഞേതോ കരിങ്കത്തി വേഷം പകർന്നാട്ടമാടുന്നു കണ്ണിൻ നിമകളിലെപ്പോഴും. രാവിനാണേറത്തിളക്കം ഉറങ്ങാത്ത യാമങ്ങൾ തോറും കളികൾ, കളി കഴിഞ്ഞേതോ കരിങ്കത്തി വേഷം പകർന്നാട്ടമാടുന്നു കണ്ണിൻ നിമകളിലെപ്പോഴും. ഓരോ കളിയിലും മാറുന്നു പേരുകൾ, പേരറിയാത്ത കഥകൾ അരങ്ങുകൾ. ഓരോ കളിയിലും മാറുന്നു പേരുകൾ, പേരറിയാത്ത കഥകൾ അരങ്ങുകൾ.